ഹായ് ഫ്രണ്ട്സ്, JS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സങ്കടകരമായ വാർത്തയായിട്ടാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ ഇന്ന് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ രണ്ടാനച്ഛൻ കൊടൂരമായി പീഡിപ്പിച്ച് കൊന്ന ഒരു സംഭവം. അതിനു മുമ്പായിട്ട് വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇപ്പോൾ ഈ കമൻറ്റും ലൈക്കും ഒന്നും വരുന്നില്ല. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊന്ന് പറയുക കേട്ടോ. അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനും അത് തിരുത്തി കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കാം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറയുമ്പോൾ ഞാനത് കുറച്ചും കൂടെ തിരുത്തി കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥ കൊള്ളാം. പ്രബിൻ ഇന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെന്ന് കാണുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ. അവന് ഇന്നലെ ഭയങ്കര സങ്കടകരമായിട്ടാണ് വീഡിയോസ് ചെയ്തത്. അതായത് ഷോർട്സിൽ അവന് സംസാരിച്ചത് അവന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നും വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നും ഷോർട്സ് ഒന്നും ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ സങ്കടപ്പെട്ടു. നിങ്ങളുടെ മുന്നിൽ അവന് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു, നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് നമുക്ക് മഴ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം അവൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക കേട്ടോ. അവൻ്റെ ഷോർട്സ് കണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ വീഡിയോസൊക്കെ. ഇന്നത്തെ വീഡിയോസും ന്യൂസുകളൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാനിവിടെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് ആ കുട്ടിയുടെ അവസ്ഥ. നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞു. അവൻ്റെ ആ കുട്ടിയുടെ അച്ഛൻ്റെ, അതായത് അഖിൽ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നത് കുഞ്ഞിനെ. അവിടെ അടക്കം കഴിഞ്ഞു കേട്ടോ. കൊച്ചിൻ്റെ അടക്കം അച്ഛൻ്റെ അടുത്ത് തന്നെയായിരുന്നു മറവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സങ്കടകരമായ ഒരു കാര്യമാണ് കേട്ടോ കേൾക്കുന്നത്. അഖിൽ ആത്മഹത്യ ചെയ്തതാണ്. അഖില 3 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെയാണ് അഖില ആത്മഹത്യ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അഖില അവളുടെ അമ്മയുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ പ്രസവവും കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഒന്നും ഈ അഖിലിൻ്റെ കുടുംബക്കാരെ ആരെയും അഖില അറിയിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അഖിലിൻ്റെ വീട്ടുകാർ, പക്ഷെ കൊച്ചിനെ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അഖിലിൻ്റെ അച്ഛൻ പറയുന്നത്. അത് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറയുന്നത് കൊച്ചിനെ കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൊച്ചിനെ ഈ ഒരു 2 മാസം, അതായത് ഇപ്പോൾ കൊച്ചിന് 1 വയസ്സും 8 മാസവും പ്രായമുണ്ട്. ഈ 2 മാസം കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് അഖില മറ്റൊരു ആളോട് താമസം തുടങ്ങിയത്. കല്യാണം എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം പുള്ളിക്കാരന് നേരത്തെ ഒരു ഭാര്യ ഉണ്ട്. ആ ഭാര്യ നിലവിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. കുറേ മർദ്ദിച്ച് ഉപദ്രവിച്ച്, അതുമായിട്ട് ഞാൻ വരാം അതിന് മുമ്പായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഡൈവേഴ്സ് അല്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്കാരിയുമായിട്ടുള്ള ഈ കല്യാണം ആയിട്ടല്ല കൂട്ടി കൊണ്ടുപോയതാണ് എന്ന് തന്നെയാണ് പറയുന്നത്. 2 മാസമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 1 മാസം പുള്ളിക്കാരി മാത്രമായിരുന്നു എന്നും ഈ കഴിഞ്ഞ മാസമാണ് ഈ കുഞ്ഞിനെ ഈ അഷ്കറിൻ്റെ വീട്ടിലേക്ക്, അതായത് അമ്മ ഇപ്പോൾ കല്യാണം കഴിച്ചെന്ന് പറയില്ല, കൂടെ താമസിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അസ്കർ എന്ന ഒരാളോട് താമസം തുടങ്ങിയത്. ഈ കഴിഞ്ഞ 1 മാസം കൊണ്ടാണ് കൊച്ചിനെയും കൂടെ കൊണ്ടുപോയത്. അതുവരെ കുഞ്ഞ് അഖിലയുടെ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അഖിലയുടെ അമ്മയുടെ വീട്ടിലായിരുന്നു കുഞ്ഞ് നിന്നിരുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നല്ലപോലെ നോക്കുമായിരുന്നു, നല്ലപോലെ ഒരു കുഴപ്പമില്ലായിരുന്ന കുഞ്ഞിനെ കഴിഞ്ഞ 1 മാസം കൊണ്ട് പീഡനത്തിൻ്റെ മുകളിൽ പീഡനമാണ്. ഈ അഷ്കർ തന്നെ അഷ്കറിൻ്റെ ആ ഒരു വാടക വീട്ടിലാണ്. അഷ്കർ 5 മാസത്തിന് മുന്നേ എടുത്ത ഒരു വാടക വീടാണ്. ആ വാടക വീടിന് തൊട്ട് മുകളിലുള്ള ആൾക്കാർ മൊത്തം പറയുന്നത് കുറച്ച് ദിവസം ഞാൻ നോക്കും, അത് കഴിഞ്ഞ് പുഴുത്ത പട്ടിയെപ്പോലെ ആയിരിക്കും ഞാൻ പിന്നെ ആ കുഞ്ഞിനെ കാണുന്നതെന്ന് പറയുന്നത് ആ അയൽവാസികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയാണ് കേട്ടോ. ഒരേ സ്വരത്തിൽ പബ്ലിക്കായിട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഒന്ന് അത് ആൾക്കാർ പറയുന്നത്.
അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ കൊടൂരമായി പീഡിപ്പിക്കുകയായിരുന്നു ഓരോ ദിവസവും എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഈ കുഞ്ഞ് മരിച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 51 ചെറുതും വലുതുമായിട്ട് 51 മുറിവുകളാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ, അതായത് കംപ്ലീറ്റും ഉച്ചൻ തല മുതൽ ഉപ്പൂറ്റി കാല് വരെ എന്ന് പറയുന്നത് പോലെ അടയാളങ്ങൾ ഓരോന്നായിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൈക്കിളിൽ നിന്ന് വീണു എന്ന് പറഞ്ഞിട്ട് 2 കൈയും ആ കുഞ്ഞിനെ അടിച്ച് ഓടിച്ചതാണ്. ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന അസ്കർ ചെയ്ത പണിയാണ്. അമ്മയും ഇതിന് കൂട്ടുനിന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു അമ്മയ്ക്കും ഇത് കണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രതികരിച്ചിരിക്കും. അമ്മയാണെങ്കിൽ പ്രതികരിച്ചിരിക്കും, അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇതെങ്ങനെ അഖില പ്രതികരിക്കാതെ ആ വീട്ടിൽ നിന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പറയാനറിയില്ല. അഖിലയും ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ സംശയമാണ് കേട്ടോ, അഖിലയ്ക്കും ഇതിൽ പങ്കുണ്ടോയെന്ന്. പക്ഷേ ഇപ്പോൾ അഖില എടുത്ത് മറിക്കാൻ ചിലപ്പോൾ ചാൻസ് കൂടുതലായിരിക്കാം. ഈ രണ്ടാനച്ഛനെന്ന് പറയുന്ന അഷ്കർ ഒരു കമ്പെടുത്ത് ഒരു കുഞ്ഞിനെ അടിച്ചാൽ ആ കമ്പ് 3ആയിട്ട് ഒടിഞ്ഞു പോകുന്ന രീതിയിൽ ആ കുഞ്ഞിനെ അടിച്ചിരിക്കുകയാണ്. ഈ മരിക്കണേന് തൊട്ട് മുമ്പ് നടന്ന സംഭവമാണ്. ആ വീട്ടിൽ അസ്കർ മാത്രമല്ല ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുള്ള, അഷ്കറിൻ്റെ ഉമ്മ, സഹോദരി, അവരുടെ വീട്ടിൽ മറ്റാരൊക്കെയുണ്ട് അവരെല്ലാവരും ഈ കുഞ്ഞിനെ, ഈ 1 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഉപദ്രവിച്ചതിൻ്റെ തെളിവുകളടക്കം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം അസ്കറിനെ ആ വീട്ടിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുന്നേ അസ്കറിൻ്റെ ഉമ്മയും സഹോദരിയും മറ്റ് ബന്ധുക്കളും കൂടെ ഓടി വീട്ടിലേക്ക് കയറി വന്ന്, അവർ വാടകയ്ക്കിരുന്ന വീടാണ് കേട്ടോ, വന്ന് വീടൊക്കെ കഴുകി വൃത്തിയാക്കുകയും ഈ മരിച്ച കുട്ടികളുടെ സാധനങ്ങൾ, തുണികളടക്കം, തുണിയും കുറച്ച് പേപ്പറ്, പിന്നെ കുറച്ച് ബ്ലാസ്റ്ററിൻ്റെ ആ കുട്ടിയുടെ കയ്യിലിട്ടിരുന്ന ബ്ലാസ്റ്റർ സാധനങ്ങൾ എല്ലാം പുറത്ത് വാരിയിട്ട് കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്കിവിടെ വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ അത് അവർ എല്ലാം കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായിരിക്കാനാണ് ചാൻസ് അല്ലേ. എല്ലാവരും ഇത് ഈ ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ അഷ്കർ മാത്രമല്ല, അഷ്കർ, അഖില, അഷ്കറിൻ്റെ ഉമ്മ, സഹോദരങ്ങൾ എല്ലാവരും, ആ വീട്ടിൽ ആരൊക്കെ താമസിച്ചിരുന്നു അവർക്കെല്ലാവർക്കും ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ പങ്കുണ്ട്, ഉറപ്പായിട്ടും പങ്കുണ്ട്. നിങ്ങൾ ഈ ഒരു സാധാരണ അടുത്തൊരു വീട്ടിൽ ഉള്ള ആൾക്ക് പോലും ഒരു കുഞ്ഞിനെ ഇങ്ങനെയിട്ട് മർദ്ദിക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റില്ല. അവരാരായാലും എന്തായാലും പറഞ്ഞു പോകും. പക്ഷേ ഈ ഒരു അമ്മ, ഈ അഷ്കറിൻ്റെ അമ്മ, സഹോദരി, എല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും സൈലൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും, ഈ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതായിരിക്കില്ലേ അവരുടെ പ്ലാൻ? ഉറപ്പായിട്ടും. അതുമാത്രമല്ല, ഈ അഖിലയുടെ അമ്മ ചൈൽഡിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അഷ്കർ ഇങ്ങനെ കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് അഖിലയുടെ അമ്മ പറയുന്നത്. ഇനി പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, നമുക്ക് ഈ കുഞ്ഞിൻ്റെ ശരീരത്ത് സിഗരറ്റ് വലിച്ചിട്ട് ആ ഒരു സിഗരറ്റ് കൊണ്ട് ശരീരത്തെ ഓരോരോ ഭാഗത്തായിട്ട് കുത്തി പൊള്ളലേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പറയുകയാണ്, ഇതേ വേദന അവനും അനുഭവിക്കണം, സത്യം അനുഭവിക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇന്ന് തെളിവെടുപ്പിനായി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാർ പ്രതികരിച്ചതുപോലെ തന്നെ പ്രതികരിക്കണം എന്ന് തന്നെയാണ്. നല്ല ഇടിയൊക്കെ കൊണ്ടവൻ എന്നാലും പോലീസുകാർ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. 10 മിനിറ്റ് പോലീസുകാർ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് അനുഭവിച്ച വേദനയെല്ലാം ആ നാട്ടുകാർ അവന് കാണിച്ചു കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ചെറിയ കുഞ്ഞിനെ സിഗരറ്റ് വച്ച് കുത്തിപ്പൊള്ളിക്കുകയും കൈ അടിച്ചൊടിക്കുകയും
മറ്റു ഭാഗങ്ങളിൽ നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനേ അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെല്ലാം കൂട്ടുനിന്ന അമ്മയും കുറ്റക്കാരി തന്നെയാണ്. ഇപ്പം എങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിരുന്നാലും അഖിലയും ഇതിന് കുറ്റക്കാരി തന്നെയാണ്. ഈ അഷ്കറും ഈ അഖിലയും കുറ്റക്കാരി തന്നെയാണ്. അതുകൊണ്ട് 2 പേരെയും ശിക്ഷിക്കണം, പുറം ലോകം ഇനി കാണിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ കുഞ്ഞ് അനുഭവിച്ച എല്ലാ വേദനകളും ഈ 2 പേരും അനുഭവിക്കണം. എന്നാലേ ആ വേദന ആ കുഞ്ഞെന്തുമാത്രം സഹിച്ചിട്ടുണ്ട് എന്ന് ഇവർ തിരിച്ചറിയണം. ഇവർ ആ പൊള്ളലിൻ്റെ വേദനയും കൈ ഒടിയണതിൻ്റെ വേദനയും ആ കുഞ്ഞ് അനുഭവിച്ച ഓരോ ദിവസവും വിശന്ന്, സത്യം പറഞ്ഞാൽ ആ പരിസരത്തുള്ളവർ പറയുകയാണ് ഈ കുഞ്ഞ് വിശന്ന് കരയുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും ആ വീട്ടുകാർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഖില കൂട്ട് നിൽക്കുകയായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ അഖിലയും കൂട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ അമ്മയാണോ? രണ്ടാനച്ഛൻ, അവൻ രണ്ടാനച്ഛനല്ലേ എന്നെങ്കിലും പറയാം. ഇത് പ്രസവിച്ച ഒരമ്മ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്കും ആ കുഞ്ഞിനെ ഇഷ്ടമല്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു കുഞ്ഞിനെ വേണ്ടായിരുന്നുവെങ്കിൽ അഖില നിൻ്റെ അമ്മ, അഖിലയുടെ അമ്മ വളർത്തുമായിരുന്നില്ലേ? ആ ഒരു അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ സങ്കടം തോന്നുവാണ്. എന്തിനായിരുന്നു ആ കുഞ്ഞിനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് ഈ അഷ്കറിൻ്റെ വീട്ടിലേക്ക്? അഖിലയ്ക്ക് എന്തായാലും അറിയാമായിരിക്കും കേട്ടോ അഷ്കറിൻ്റെ സ്വഭാവം. കാരണം അഖില 1 മാസം കൊണ്ട്, അതായത് 2 മാസം കൊണ്ട് അയാളോട് താമസിക്കുന്ന അഖിലയ്ക്ക് എന്തായാലും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അഷ്കറിൻ്റെ സ്വഭാവം. എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അഷ്കറിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ അമ്മ വന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അഷ്കർ ഇങ്ങനെ ഉള്ളവനാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താടെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ജീവിക്കുമോ? മദ്യപിക്കുക, പച്ച തെറി വിളിക്കുക, പരസ്യമായിട്ട് ഒരു ഭാര്യയെ അടിക്കുക, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ സ്നേഹിച്ച് ഇയാൾ കൊണ്ടുപോയി ജീവിതം തുടങ്ങി. എന്നിട്ട് തലയെ പിടിച്ച് ചുമരിലിടിക്കുക, മൂക്ക് നോക്കി മുഖം നോക്കി അടിക്കുക, കൊരോളെ പിടിച്ച് ഇറക്കുക. എന്നിട്ട് ഈ വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് ഫാനിലേക്ക് കെട്ടിത്തൂക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണോ അഷ്കറെ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ നിന്നെയും ഇതുപോലെയൊക്കെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് അവർക്ക് 21 വയസ്സാണ്. അഷ്കറിൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് ഇന്ന് 21 വയസ്സാണ്. പക്ഷേ അവരിന്നും കോമ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവർ കോമ സ്റ്റേജിലായിരുന്നു, ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് എണീറ്റിരിക്കാനൊക്കെ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടത്. എന്തായാലും ഈ ചെയ്തത് അപരാധമായിപ്പോയി. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മനുഷ്യർ. തന്നെയൊക്കെ നിർത്തിക്കൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അത്രയ്ക്ക് കലി കയറിയിട്ട് പറയുന്നതാണ് കേട്ടോ. പച്ച കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന നീയൊക്കെ എവിടെ നിന്നാടേ? നിൻ്റെ ഒക്കെ തന്തയ്ക്ക് പറക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇയാളെ അമ്മയും ക്രിമിനൽ മൈൻഡ് തന്നെയാണ്, സഹോദരിയും ക്രിമിനൽ മൈൻഡിലുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരെയും ശിക്ഷിക്കണം, ഉറപ്പായിട്ട് ശിക്ഷിക്കണം. അല്ലെങ്കിൽ ഇവർ ഇനിയും ഈ ഒരു വീട്ടുകാരെ ഇവർ ഉപദ്രവിക്കും. കാരണം അഷ്കറിൻ്റെ ആദ്യത്തെ ഭാര്യയുടെ അമ്മ മൊഴി കൊടുത്ത സ്ഥിതിക്ക് അഷ്കറിൻ്റെ അമ്മയും സഹോദരിയും ക്രിമിനൽ മൈൻഡുള്ള സ്ഥിതിക്ക് അവരെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അഷ്കറേ ജയിലിൽ പോകുന്നുള്ളൂ, അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയും പുറത്താണ്. അപ്പോൾ അവരെയും ചോദ്യം ചെയ്യണം, അവർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ അവരും ഇത് ക്രമേണ, ചിലപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇനി ക്രമേണ ചിലപ്പോൾ അവരും ഇതുപോലെ ക്രൈം ചെയ്യാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് അവരെയും സൂക്ഷിക്കുക. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങൾ നോക്കുക, നിങ്ങൾ കമൻ്റ് ഇടുക, ബാക്കി പിന്നെ.